ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 1885 എസ്റ്റാബ്ലിഷ് ചെയ്ത ഇന്ത്യയിലത്തെ തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മ്യൂസിയമായ തൃശ്ശൂർ സൂ ആൻഡ് മ്യൂസിയത്തിനെ കുറിച്ചാണ്. സ്റ്റേറ്റ് സൂ മ്യൂസിയം എന്നും ഇതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഈ സ്റ്റേറ്റിൽ അറ്റ്ലീസ്റ്റ് ഇതായിരിക്കും ദി ഓൾഡസ്റ്റ് എന്ന്. പക്ഷേ അങ്ങനെയല്ല. ട്രിവാൻഡ്രം സൂ ആണ് കേരളത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് സൂ. അത് 1857 എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. ഇനി ഇന്ത്യയിൽ തന്നെ ടോപ്പ് 5 ഓൾഡസ്റ്റ് സൂ എടുക്കുകയാണെങ്കിൽ 1854 വെസ്റ്റ് ബംഗാളിൽ കൊൽക്കട്ടയിലുള്ള മാർബിൾ പാലസ് സൂ ആണ് ദി ഓൾഡസ്റ്റ്. അതിനുശേഷം 1876 വെസ്റ്റ് ബംഗാളിലെ കൊൽക്കട്ടയിൽ തന്നെ അലിപ്പൂർ സുവോളജിക്കൽ ഗാർഡൻസ് ആണ് സെക്കൻഡ്. പിന്നെ വരുന്നത് 1892 എസ്റ്റാബ്ലിഷ് ചെയ്ത കർണാടകയിലും മൈസൂരിലുള്ള ശ്രീ ചാമരേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻസ് ആണ്. അത് തന്നെ മൈസൂർ സൂ എന്നും പിന്നെയാണ്. അതായത് നാലാമതായിട്ടാണ് നമ്മുടെ തിരുവനന്തപുരം സൂ വരുന്നത്. 1857 എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് കേരളത്തിൽ തിരുവനന്തപുരത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് തിരുവനന്തപുരം സൂ. അതിനുശേഷം വരുന്നത് ഫിഫ്ത്ത് വണ്ണാണ് ഈ 1885 തൃശ്ശൂരിൽ കേരളത്തിൽ തൃശ്ശൂരിൽ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് തൃശ്ശൂർ സൂ ആൻഡ് മ്യൂസിയം. പക്ഷേ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഈ സൂവിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതൊരു ഹൈബ്രിഡ് മോഡലാണ്. അതായത് ഇതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ഇത് തൃശ്ശൂർ സൂ ആൻഡ് മ്യൂസിയം ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സൂ ഉണ്ടാവും, നാച്ചുറൽ ഹിസ്റ്ററി ഉണ്ടാവും, പിന്നെ ആർട്ട് മ്യൂസിയം ഉണ്ടാവും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇന്ത്യയിലത്തെ തന്നെ ദി ഓൾഡസ്റ്റ് ഹൈബ്രിഡ് മോഡലായിട്ടുള്ള സൂവും മ്യൂസിയവും എല്ലാം കൂടി വരുന്ന ഒരു സംഭവം വരുന്നത് തൃശ്ശൂർ സൂ ആൻഡ് മ്യൂസിയം ആണെന്ന്. ഈ സൂവിൻ്റെ അവിടെ എൻട്രൻസിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് കയറുമ്പോൾ തന്നെ ഗേറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു തേക്കാണ്. അതൊരു വലിയ തേക്കാണ്. അതിൻ്റെ തടിയുടെയൊക്കെ സൈസ് വെച്ചിട്ട് ഏകദേശം ഒരു 100 വർഷമെങ്കിലും പഴക്കം ഉണ്ടാവാനും അതൊരു 19th സെഞ്ചുറിയിൽ എപ്പോഴെങ്കിലും പ്ലാൻ ചെയ്തേക്കാനുമാണ് സാധ്യത. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഓതന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. ആ തേക്കിൻ്റെ തന്നെ ഒരു റൈറ്റ് സൈഡിലേക്കായിട്ട് കാണുന്നത് ഒരു പക്ഷിക്കൂടാണ്. അതിൻ്റെ അകത്ത് തത്തകളാണ് കിടക്കുന്നത്. പലതരം തത്തകളാണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ ആ പക്ഷിക്കൂടിൻ്റെ തൊട്ടടുത്തായിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഷേപ്പിലും സൈസിലും ആയിട്ടൊരു പ്ലാവും നിൽപ്പുണ്ട്. അതിൻ്റെ സൈസ് വെച്ചിട്ട് അത്യാവശ്യം പഴക്കമുള്ള ഒരു പ്ലാവാണ്. അതുപോലെ അതിൻ്റെ ഒരു സൈസിനും ഷേപ്പിനും ഒക്കെ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ വരുന്നത് ഒരു വലിയ ചെമ്പക മരമാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് ചെമ്പക മരമാണ്. അതിൻ്റെ അടുത്തായിട്ട് ഒരു വലിയൊരു കൂടുണ്ട്. പക്ഷേ ആ കൂട്ടിൽ ഇപ്പോൾ കാലിയാണ്. വേറെ ഒരു മൃഗങ്ങളും തന്നെ ഇല്ല. അത് മെയിനായിട്ടും ചിലപ്പോൾ നമ്മുടെ പുത്തൂരുണ്ടാക്കുന്ന പുതിയ സൂവിലേക്ക് മൃഗങ്ങളെ മാറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ കിടക്കുന്ന മൃഗങ്ങളെ അല്ലെങ്കിൽ മൃഗത്തെ മാറ്റിയിട്ടുണ്ടാവണം. എന്താണെങ്കിലും ആ കൂട്ടിൽ വലിയ ബോർഡൊന്നും ഇല്ലാത്ത കാരണം അവിടെ എന്താണ് കിടക്കുന്നത് എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു ഐഡിയ ഒന്നും ഇല്ല. അപ്പോൾ തൃശ്ശൂർ ചെമ്പുക്കാവിൽ 13.5 ഏക്കർ വരുന്ന ഈ ഒരു ഭൂമി ഈ ഒരു മൃഗശാലയാവുന്നതിന് മുന്നേ എന്താണെന്ന് കേരളത്തിൻ്റെ എത്നോഗ്രാഫിക് ആർട്ടിഫാക്ട്സും പിന്നെ യുണീക്കായിട്ടുള്ള സസ്യജാലങ്ങളും ഷോക്കേസ് ചെയ്യുന്ന ഒരു ബൊട്ടാനിക്കൽ ആൻഡ് കൾച്ചറൽ എക്സിബിഷൻ സ്പേസ് ആയിരുന്നു ഇത്. വീണ്ടും നിങ്ങൾ ഈ മുമ്പിൽ കാണുന്ന ഒരു പക്ഷിക്കൂടാണോ. പക്ഷിക്കൂടിൽ കൃഷ്ണപ്പരുന്ത് വേറെ പരുന്തുകളൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ ഈ എത്നോഗ്രാഫി എന്ന് പറഞ്ഞാൽ നരവംശ ശാസ്ത്രത്തിലെ ഒരു ഗവേഷണ രീതിയാണ്. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ ജീവിത രീതികളെ നേരിട്ട് നിരീക്ഷണത്തിലൂടെ പഠിക്കുന്ന ഒരു സമീപനമാണ് ഈ എത്നോഗ്രാഫി എന്ന് പറയുന്നത്. ഈ ഗവേഷണ രീതിക്ക് നരവംശാസ്ത്രം, മാനവവംശാസ്ത്രം, വംശീയ ശാസ്ത്രം, ജാതിവർണ്ണനം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഈ സ്പേസിൻ്റെ ഹിസ്റ്ററി ഒന്ന് പോസ് ചെയ്യാം. ഈ മുന്നിൽ കാണുന്ന കൂടുകളിലും ഒരു പക്ഷിക്കൂടാണ്. കൂടുകളിൽ പരുന്തും പിന്നെ കൃഷ്ണപ്പരുന്ത് അതുപോലെയുള്ള സംഭവങ്ങളാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അത് ഒന്നിനും കാണുന്നില്ല. കാരണം അതിനെല്ലാം തന്നെ പുത്തൂരുള്ള പുതിയ മൃഗശാലയിലേക്ക് മാറ്റി കാണും. അപ്പോൾ നമ്മൾ ഈ കയറാൻ പോകുന്നത് ചെറിയൊരു ഗാർഡനാണ്. അതിൻ്റെ അകത്ത് മെഡിസിനൽ പ്ലാന്റ്സും അതുപോലെ തന്നെ കേരളത്തിലുള്ള കുറച്ച് യുണീക്ക് സെറ്റ് ഓഫ് പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ എല്ലാ ചെടികളുടെയും ചോട്ടിൽ അതിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷനായിട്ട് അതിൻ്റെ നാട്ടിൽ അറിയപ്പെടുന്ന പേരും അതുപോലെ തന്നെ അതിൻ്റെ സയൻറ്റിഫിക് നെയിം എല്ലാം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് തൃശ്ശൂർ സൂവിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് തന്നെ വരാം. അപ്പോൾ ഈ എത്നോഗ്രാഫിക്ക് പറ്റിയ ഒരു സ്പേസ് തന്നെയാണ് ഈ തൃശ്ശൂർ. കാരണം എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തന്നെ കൾച്ചറൽ ക്യാപിറ്റലായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഏരിയ. വടക്കുംനാഥ ക്ഷേത്രവും അതിനോടനുബന്ധിച്ച് ടൗൺ ഹാളും പിന്നെ അവിടുത്തെ ഒരു ഉത്സവങ്ങളും എല്ലാം കൂടി നല്ലൊരു വൈബ്രൻ്റ് ഏരിയയാണ് ഈ തൃശ്ശൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സയൻസും ആർട്ടും നേച്ചറും എല്ലാം കൂടെ ഒത്തിണങ്ങുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് നല്ല സ്കോപ്പ് ആയിരുന്നു. 1885 അതായത് ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിൽ പോലും ഇത് അങ്ങനെ ഒരു വൈബ്രൻ്റ് ആയിരുന്ന സ്പേസ് ആയതുകൊണ്ടാണ് ഈ തൃശ്ശൂർ തന്നെ ഒരു സൂവിനായിട്ട് ചൂസ് ചെയ്തത്. അതും എല്ലാം കൂടെ കോർത്തിണക്കിയ ഒരു ഹൈബ്രിഡ് സൂ. ഇങ്ങനത്തെ ഒരു പരീക്ഷണം ഇന്ത്യയിൽ തന്നെ ആദ്യമായിരിക്കണം. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ കടക്കാനായിട്ട് നമുക്ക് വേറെ ടിക്കറ്റുകളാണ്. അതായത് മ്യൂസിയത്തിലേക്ക് സെപ്പറേറ്റ് ടിക്കറ്റും പിന്നെ സൂവിൻ്റെ ഉള്ളിലേക്ക് സെപ്പറേറ്റ് ടിക്കറ്റുമാണ്. എന്നിരുന്നാലും ഇതിൻ്റെയൊക്കെ ചാർജസ് വളരെ ലോ ആണ്. സൂവിലേക്ക് കിടക്കാനായിട്ട് 20 രൂപ ചാർജേ ഉള്ളൂ. അപ്പോൾ ഈ പബ്ലിക് എഡ്യൂക്കേഷനും റീക്രിയേഷനും നാച്ചുറൽ ഹിസ്റ്ററിയും ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് ഉള്ള ഈ ഒരു ഹൈബ്രിഡ് സൂ തുടക്കമിട്ടത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മ്യൂസിയംസ് ആൻഡ് സൂസ് ആണെങ്കിലും അത് പിന്നീട് കൾച്ചറൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കേരളയിലേക്ക് കൈമാറ്റപ്പെട്ടു. ഇങ്ങനെ ഒരു സ്പേസ് സൂ ആക്കി മാറ്റാനുള്ളത് ഒന്ന് മോഡൽ ചെയ്തത് ജനറൽ കുള്ളനും JA ബ്രൗണും കൂടിയാണെന്നാണ് പറയപ്പെടുന്നത്.
പറയപ്പെടുന്നത്. ഇവർ തന്നെയാണ് കേരളത്തിൽ ആദ്യത്തെ സൂ ആയ തിരുവനന്തപുരം സൂ സജസ്റ്റ് ചെയ്തതും അത് ആർക്കിടെക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തതും പിന്നെ അത് അവിടെ കൊണ്ടുവന്നു. പക്ഷേ ഈ തൃശ്ശൂർ സൂവിൻ്റെ കാര്യത്തിൽ ഒരു സിംഗിൾ ഫൗണ്ടർ ഒന്നുമില്ല. ഓർഗാനിക്കായിട്ട് റീജിയണൽ എക്സ്പാൻഷൻ്റെ ബേസിസിൽ വന്നേക്കുന്ന ഒരു സൂ ആണ്. ഇന്നിപ്പോൾ ഇവിടെ മൃഗങ്ങളെയൊക്കെ മാറ്റി തുടങ്ങിയതുകൊണ്ട് തന്നെ പല കൂടുകളും കാലിയായി കിടക്കുകയാണ്. അങ്ങനെ ഈ ഒരു സൂ എന്നുള്ള രീതിയിൽ ഇതിനൊരു ഒരു അവസാനം വരികയാണ്. പിന്നെ ഇവിടെ ഒരു അക്വേറിയം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അതും ആ ഒരു ബിൽഡിങ്ങും നശിച്ച് കിടക്കുകയാണ്. അവിടെ സ്റ്റാർട്ട് ആയില്ല. പിന്നെ ഇപ്പം നിങ്ങൾ ഈ ലെഫ്റ്റിൽ കാണുന്ന ഈ ബിൽഡിങ്സുകളും കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് കാലം തന്നെയായി ഇവിടെ യൂസ് ചെയ്തിട്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും മൃഗങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ടൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ. ഇപ്പോൾ ഈ അടുത്ത് മാറ്റിയിരിക്കണമല്ല. പിന്നെ ഇതൊരു പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയും തന്നെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ തന്നെ ഇവിടെ സെക്യൂരിറ്റി ചോദിച്ചായിരുന്നു കയ്യിൽ പ്ലാസ്റ്റിക് കുപ്പി വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് കുപ്പികളുണ്ടെങ്കിൽ വെള്ളം കൊണ്ടുവരാനായിട്ട് പോലും പ്ലാസ്റ്റിക് കുപ്പികളുണ്ടെങ്കിൽ അത് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഒരു സ്റ്റിക്കറുണ്ട്. അപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ച് വിടും. അപ്പോൾ ഒരു 20 രൂപ അന്നേരം കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ആ കാലിക്കുപ്പി അല്ലെങ്കിൽ ആ കുപ്പി അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഉള്ളിൽ വെറുതെ വലിച്ചെറിഞ്ഞിട്ടിട്ടില്ല എങ്കിൽ ആ 20 രൂപ തിരിച്ചു തരും. ഈ സൂവിൻ്റെ ഉള്ളിലായിട്ട് വേറെ ചായക്കട അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കണമെങ്കിൽ അത് കൊണ്ടുവരിക തന്നെ വേണം. പക്ഷേ ടോയ്ലറ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അത് യൂസ് ചെയ്യാനായിട്ട് ചെറിയൊരു പേയ്മെൻറ്റും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ മുള്ളമ്പന്നിയുടെ കൂടാണ്, പോർക്യുപൈൻ്റെ കൂടാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ പോർക്യുപൈൻസ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും വളരെ ചെറിയൊരു സ്പേസാണ് ഈ ജീവികൾക്കുള്ളത്. അതുപോലെ സിമെൻറ്റഡ് സ്പേസാണ് ഈ ജീവികൾക്കുള്ളത്. അതായത് അതിൻ്റെ ഒരു തനിതായ ആവാസ വ്യവസ്ഥയിലല്ല ഇത് ജീവിക്കുന്നത്. അത് ഒരു റീസണാണ് ഈ സൂ ക്ലോസ് ചെയ്തിട്ട് വേറൊരു ഏരിയയിലേക്ക് മാറ്റുക എന്നുള്ളൊരു പ്ലാൻ വന്നതിൻ്റെ ഒരു റീസണാണത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഈ കാണുന്ന കൂടുകളിലും ഒന്നും തന്നെ ഇല്ല. ഇതൊക്കെ തന്നെ അടച്ചിട്ടേക്കാണ്. വേറെ ഒരു ജീവികളും തന്നെ ഇല്ല. അവരെയൊക്കെ മാറ്റിയെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഓപ്പൺ സ്പേസുമാതിരി കാണുന്ന അത്യാവശ്യം നല്ലൊരു വലിയൊരു സ്പേസ് ഉണ്ട്. അത് ഇന്ത്യൻ ജക്കാളിൻ്റേതാണ്. ആ ജീവിനെ എല്ലാത്തിനെയും തന്നെ മാറ്റിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 1-2 അവിടെ തന്നെ ഉണ്ട്. പക്ഷെ എന്നാലും കാണാൻ പറ്റിയില്ല. അത് അതിൻ്റെ ഉള്ളിൽ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ വഴി നേരെ ചെല്ലുന്നത് ആർട്ട് മ്യൂസിയത്തിലേക്കാണ്. അത് അത്യാവശ്യം പഴക്കേറിയ ഒരു ബിൽഡിംഗ് ആണ്. ഇതൊരു ട്രഡീഷണൽ കേരള സ്റ്റൈലിൽ കൊച്ചി മഹാരാജാവ് പണിതീർത്തിയ ഒരു കെട്ടിടമാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഉള്ളത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ജ്വല്ലറീസും കോയിൻസും പിന്നെ റിച്വൽസിനൊക്കെ ഉപയോഗിക്കുന്ന ഒബ്ജക്ട്സും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. കൂടുതലായിട്ടും നമ്മൾ ഇതിനെക്കുറിച്ച് ഇപ്പം ഒന്നും പറയുന്നില്ല. കാരണം ഈ ഒരു ഇത് വേറെ ടിക്കറ്റ് വെച്ചിട്ടുള്ള ഒരു പാസ്സാണ് ഇവിടെ ഉള്ളത്. അത് ക്ലോസ് ആയിരുന്നു. ഒരുപാട് വൈകിയായിരുന്നു നമ്മളവിടെ എത്തിയപ്പോഴേക്കും. അപ്പോൾ അത് ക്ലോസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ ഒരു ദിവസം ഇവിടെ 2 മ്യൂസിയംസ് ഉണ്ട്. ഒന്ന് നമ്മൾ ആ എൻട്രൻസിൻ്റെ അവിടെ തന്നെ നേരെ കാണുന്ന ഒരു മ്യൂസിയം, പിന്നെ സൂവിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുള്ള ഈ ഒരു മ്യൂസിയം ആണ് ഉള്ളത്. അപ്പോൾ അത് രണ്ടും വേറൊരു വീഡിയോയിൽ നമുക്ക് ഇത് രണ്ടും മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് ഫോട്ടോഗ്രാഫി അനുവദിക്കുമോ എന്ന് അറിയത്തില്ല. അനുവദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ നേരെ കാണുന്ന ആ ഒരു പച്ച ഗ്രില്ലിട്ടേക്കുന്നത് വലിയൊരു സ്പേസാണ്. മാനൊക്കെ ഉള്ള ഒരു സ്പേസാണത്. അപ്പോൾ അവിടെ കിടക്കുന്നത് പന്നിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്, അതായത് ഹോഗ് ഡിയർ. നമ്മൾ നിൽക്കുന്ന ഇടത്ത് നിന്ന് ഗ്രില്ലിലേക്ക് അത്യാവശ്യം നല്ല ഒരു സ്പേസ് ഉള്ള കാരണം നമ്മൾ നിൽക്കുന്ന ഇടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പുറമെ ഒരു റെയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ആ റെയിലിൽ നിന്ന് ആ ഗ്രില്ലിലേക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ളത് കാരണം ഇതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അത് അവിടെ വരെ എത്തിയില്ല. ആ ഒരു കമ്പിയും വളരെ അടുത്തടുത്തുള്ള കമ്പി ആയതുകൊണ്ട് അത്ര നന്നായിട്ടല്ല വീഡിയോ കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് ഡ്രോപ്പ് ചെയ്യാണ് ചെയ്തത്. ഇത്രയും തന്നെ നല്ല ഹ്യൂജ് സൈസിൽ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വേറെ 2 ഡിവിഷൻസ് കൂടെ ഉണ്ട്. ഈ കൂടിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ. അപ്പോൾ ആ വേറെ 2 ഡിവിഷൻസ് കൂടെ ഉണ്ട്. അതിൻ്റെ അകത്ത് കിടക്കുന്നത് ബ്ലാക്ക് ബക്കാണ്, അതായത് കൃഷ്ണമൃഗമാണ്. ആൻറ്റലോപ്പ് ജനസിൽ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏക ഒരു സ്പീഷീസാണ്, ഏക ഒരു ജീവി തന്നെയാണ് ഈ കൃഷ്ണമൃഗം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ആ ഒരു ജീവിക്കുണ്ട്. ഇനി അതിൻ്റെ മെയിൽസിന് ഒരു ഡാർക്ക് ബ്രൗൺ ടു ബ്ലാക്ക് കളറ് ഷെയ്ഡ്സ് ആണ് ഉള്ളത്. നല്ല ഭംഗിയാണ് അതിനെ കാണാനായിട്ട്. കൊമ്പുകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് പിരിഞ്ഞിട്ട് ഇരുന്നിട്ട് അങ്ങനെ നല്ല ഭംഗിയാണ് അതിനെ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റിൽ കാണുന്ന കൂട്ടിലാണ് ഈ പറഞ്ഞ കൃഷ്ണമൃഗം കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ടിന് തന്നെ ഒരു സെപ്പറേറ്റ് ഡിവിഷൻ വേറെ അപ്പുറത്തും ഉണ്ട്. ഇവിടെ മൾട്ടിപ്പിൾ ഫീമെയിൽസും പിന്നെ ഒരു മെയിലുമാണ് ഈ ഒരു കൂട്ടിലുള്ളത്. അതുപോലെ തന്നെയാണ് മറ്റേ കൂട്ടിലും ഒരു മെയിലും മൾട്ടിപ്പിൾ ഫീമെയിൽസുമാണ് മറ്റേ കൂട്ടിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ആ ഒരു മാനിന് കൊമ്പ് ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കൊമ്പ് ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് കളർ കുറച്ചും കൂടെ കൂടുതലാണ്. മറ്റേ സൈഡിൽ മറ്റേ കേജ് കിടക്കുന്ന മാനിനേക്കായും ബ്ലാക്ക് കളർ കുറച്ചും കൂടെ കൂടുതലാണ് ഈ ഒരു ബ്ലാക്ക് ബക്കിന്. അപ്പോൾ ഇതിനെ കണ്ടുവരുന്നത് നോർത്ത്
നോർത്ത് ആൻഡ് സെൻട്രൽ ഇന്ത്യയിലെ ഓപ്പൺ പ്ലെയിൻസിലാണ് ഇതിനെ കണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. ഏകദേശം നിയർ ത്രെറ്റൻഡ് ആണ്, അതായത് IUCN സ്റ്റാറ്റസിൽ നിയർ ത്രെറ്റൻഡ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സ്പീഷീസാണിത്. അതായത് വംശനാശത്തിൻ്റെ തന്നെ തൊട്ടടുത്ത്. പിന്നെ ഇതിൻ്റെ ഒരു ഫുൾ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 12 വർഷം വരെയാണ് ഇതിൻ്റെ ഒരു ലൈഫ് സ്പാനും. ഈ ഒരു മൃഗത്തെ ഹണ്ട് ചെയ്യുന്നത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ഈവൻ നല്ല ഹോൾഡുള്ള നല്ല സീനിയർ ആയിട്ടുള്ള ഫിലിം സ്റ്റാർ വരെയും ഇതിനെ ഹണ്ട് ചെയ്തതിന് വള്ളി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് മറ്റേതിൻ്റെ കൂടിൻ്റെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്നത്, ഒരു ആ ഡിവിഷൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന വേറൊരു മാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കൊമ്പിനാണെങ്കിൽ ആ ഒരു പരിക്കില്ല, ഫുൾ കൊമ്പുകളും ഉണ്ട്. പിന്നെ ഇതിൻ്റെ കളറ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഡാർക്കർ കളറല്ല, കുറച്ചും കൂടി ഒരു ലൈറ്റർ ഒരു ടാൻ കളറാണ് അതിനുള്ളത്. നമ്മൾ ആ ഒരു കൂടിൻ്റെ അവിടെ നിന്ന് ചെന്നെത്തുന്നത് ഈ കാണുന്നത് ഒരു ജംഗ്ഷൻ പോലെയാണ്. അപ്പോൾ അവിടെ ഒരു ആ ബിൽഡിങ്ങിൻ്റെ തന്നെ പുറകുവശമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റൈറ്റിലേക്ക് പോവാം, നേരെ പോവാം, ലെഫ്റ്റിലേക്ക് പോവാം. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ റൈറ്റിലേക്കാണ് എടുത്തേക്കുന്നത്, പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് നേരെ കൂടി ഒരു സ്പോട്ടുണ്ട്. നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് എത്തുന്നത്. ചിൽഡ്രൻസ് ഇല്ലാതെ നമ്മളെ അഡൽസിനെ മാത്രമായിട്ട് കയറ്റില്ല. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയായിട്ട് നമുക്കൊരു ആൽമരമുണ്ട്, ഇന്ത്യൻ റബ്ബർ ട്രീ അല്ലെങ്കിൽ ശീമയാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽമരമാണത്. അതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് അടങ്ങുന്ന ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ ചെല്ലുന്ന ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചിൽഡ്രൻസ് പാർക്കാണ്. അപ്പോൾ ഇതൊരു എൻഡ് പോയിന്റ് ആണ്. ഈ ചിൽഡ്രൻസ് പാർക്കിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറെ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെയാണ് ലെഫ്റ്റിലേക്ക് പോയാലും, ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാലും അതും ഒരു എൻഡ് പോയിന്റ് ആണ്. പക്ഷേ അവിടെ കുറച്ച് മൃഗങ്ങളുണ്ട്. നമുക്ക് ഇന്ത്യയിലോ കേരളത്തിലോ ഒന്നും തന്നെ വളരെ അധികം കാണാത്ത ഹിപ്പോപ്പൊട്ടാമസും അവിടെയുണ്ട്. പിന്നെ ഒരുപാട് കാണുന്ന മ്ലാവുകളും അവിടെയുണ്ട്. പക്ഷേ മ്ലാവുകൾ ഒരുപാട് കാണുന്നുണ്ടെങ്കിൽ പോലും, സാമ്പാർ ഡിയർ എന്ന് വിളിക്കുന്ന മ്ലാവുകൾ ഒരുപാട് കാണുന്നുണ്ടെങ്കിൽ പോലും അത് വംശനാശത്തിൻ്റെ അടുത്തുള്ള ഒരു ജീവിയാണ്. കേരളത്തിലെ തൃശ്ശൂർ സൂവിൽ മാത്രമല്ല, തിരുവനന്തപുരം സൂ എടുത്താലും കപ്രിക്കാട് പോയാലും പിന്നെ ഹിൽ പാലസിൻ്റെ അകത്ത് ഉള്ളിലും ഒക്കെ തന്നെ കാണാവുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു മൃഗമാണ് പുള്ളിമാനും മ്ലാവും. ഈ ഒരു സ്പേസിലേക്ക് പോകാനായിട്ട് ഒരു പാലം കയറി വേണം പോകാനായിട്ട്. അതാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ആ പാലത്തിൻ്റെ അടിയിലൂടെ ഒരു ചെറിയ റോഡ് പോകുന്നുണ്ട്. അവിടെ കുറേ വീടുകളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ഹൗസിംഗ് കോളനി മാതിരി ഉണ്ട്. അപ്പോൾ ആ ഒരു ഹൗസിംഗ് കോളനിയിലേക്ക് പോകുന്ന ആ ഒരു റോഡാണ് ഈ പാലത്തിൻ്റെ അടിയിലുള്ളത്. ഈ പാലം കൊണ്ട് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ കാണുന്നതാണ് നമ്മുടെ മ്ലാവിൻ്റെ ആ ഒരു കൂടെന്ന് പറയുന്നത്. ഇവിടെ സാധാരണ കാണുന്ന മാതിരി ഇപ്പോൾ നമ്മൾ കപ്രിക്കാട് പോയപ്പോഴും കാണുന്ന മാതിരി ഒരു മ്ലാവുകളല്ല ഇവിടെ ഉള്ളത്. ഇവിടെ കുറച്ചും കൂടെ സൈസുള്ള ഒരുപാട് അത്യാവശ്യം നന്നായിട്ട് ഏജ് ആയിട്ടുള്ള നല്ല സൈസുള്ള മ്ലാവുകളാണ് ഇവിടെ ഉള്ളത്. ഈ മ്ലാവുകൾക്കുള്ള വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മാനുകളാണ് ഈ മ്ലാവുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള കോമൺ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാർ ഡിയർ എന്നാണ്. നമ്മുടെ കാടുകളിലുള്ള കാട്ടുപട്ടി, ചെന്നായ്ക്കൾ, പിന്നെ കടുവ എന്നീ ജീവികളുടെയൊക്കെ ഒരു പ്രധാന വേട്ടമൃഗം തന്നെയാണ് ഈ മ്ലാവുകൾ. അപ്പോൾ ഈ മ്ലാവുകളെ കുറിച്ചുള്ള വീഡിയോയും നമ്മൾ താമസിയാതെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് വേറൊരു പ്രത്യേകതയുള്ളൊരു മരം കൂടിയുണ്ട്. ഇംഗ്ലീഷിൽ ക്യാനൻ ബോൾ ട്രീ എന്നൊക്കെ വിളിക്കുന്ന നാഗലിംഗ മരം. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേന്ന് അങ്ങ് മുകളിൽ വരെയും ഇതിന് കായയും പൂക്കളുമാണ്. അതായത് ഇതിൻ്റെ മെയിൻ ട്രങ്കിൽ തന്നെയാണ് ഈ കായയും പൂക്കളും ഒക്കെ ഉള്ളത്. അപ്പോൾ അതാണ് ഈ കാണുന്ന ആ ഒരു മരം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതിൻ്റെ അകത്ത് കായം കാണാം, അതുപോലെ തന്നെ ഒരു ക്യാനൻ ബോൾ പോലെ ഇരിക്കുന്ന കായം കാണാം, പിന്നെ അതിൻ്റെ അകത്ത് പൂക്കളും കാണാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിലേക്കുള്ള ലിങ്ക് ഈ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ നാഗലിംഗ മരമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നത് ഒരു വലിയൊരു സ്പേസിലേക്കാണ്. അപ്പോൾ ആ ഒരു സ്പേസിലാണ് നമ്മളുടെ ആ ഒരു ഹിപ്പോസ് കിടക്കുന്നത്, ഹിപ്പോപ്പൊട്ടാമസുകൾ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തടി കാരണം കൊണ്ട് തന്നെ ഒരുപാട് ചാടാനും ഓടാനും ഒന്നും കഴിയാത്ത ഒരു ജീവികളായതുകൊണ്ട് തന്നെയാണ് ഇത് കുറച്ച് ഓപ്പൺ സ്പേസിലായിട്ട് ഇട്ടേക്കുന്നത്. ഒരു ട്രെഞ്ചസ് കുഴിച്ച് അതിൻ്റെ ഉള്ളിലാണ് ഇതിനിട്ടേക്കുന്നത്. അപ്പോൾ അത് കടന്ന് ഇത് ഇങ്ങോട്ടേക്ക് വരില്ല. അത്യാവശ്യം ഒരു സേഫ്റ്റിക്കായിട്ട് ഒരു ഗ്രില്ലും അവിടെ കൊടുത്തിട്ടുണ്ട്. ഹിപ്പോസിനെ എവിടെ നിന്നാണ് കൊണ്ടുവന്നേക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു റെഫറൻസ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ 1992 രശ്മി എന്ന് പറഞ്ഞ ഹിപ്പോ ഇവിടെ വരുന്നത്. പിന്നീട് 2013 ഫെബ്രുവരി 13 പോപ്പി എന്ന് പറഞ്ഞൊരു ഹിപ്പോ ജനിച്ചു. അപ്പോൾ 3 ഹിപ്പോസാണ് ഇവിടെ ടോട്ടലി ഉള്ളത്. അതിൻ്റെ അത് 2 ഹിപ്പോസിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഒരു ജീവിയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു 45 വർഷം വരെയാണ്. ഹിപ്പോപ്പൊട്ടാമസ് ആംഫീബിയസ് എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ ഒരു സ്പീഷീസിൻ്റെ പേര്. IUCN ലിസ്റ്റിൽ വൾണറബിൾ ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്ന ഒരു ആനിമൽ കൂടിയാണ് ഈ ഹിപ്പോപ്പൊട്ടാമസ്. സെമി അക്വാറ്റിക് ആയിട്ടുള്ള ഈ ജീവി ഭൂരിഭാഗവും വെള്ളത്തിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും കിടക്കുക. ഇപ്പം നമ്മളവിടെ ചെന്നപ്പോഴും ഈ തീറ്റ കൊടുക്കാൻ നേരത്ത് മാത്രമാണ് വെള്ളത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ.
അതർവൈസ് ഫുൾ ടൈം ഇത് വെള്ളത്തിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഈ മ്ലാവുകളും ഹിപ്പോസും ആണ് ഈ ആ ഒരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നത്. അത് നല്ലൊരു വലിയൊരു സ്പേസിലാണ് ഈ 2 ജീവികളെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. അവിടെ നിന്നുള്ള റൈറ്റിലേക്കുള്ള സ്പേസിൽ വേറെ ഒരുപാട് ജീവികളും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ്, ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു വലിയ മരമാണ് ഈ നാഗലിംഗ മരം എന്ന് പറയുന്നത്. അത് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴും നമ്മൾ പറഞ്ഞായിരുന്നു അതിനെക്കുറിച്ച്. അപ്പോൾ ആ നാഗലിംഗ മരത്തിൻ്റെ തന്നെ ഒരു ഫുൾ വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഇഷ്ടമാതിരി പൂക്കളും മുട്ടുകളും കായ്കളൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാം. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഈ പാലത്തിൻ്റെ മുകളിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. ആ ഒരു ചിൽഡ്രൻസ് പാർക്കിൻ്റെയും അവിടെ എന്തൊക്കെയാണ് ഉള്ളത്, അവിടുത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണമൃഗത്തിൻ്റെ കൂടാണത്. കൃഷ്ണമൃഗം അവിടെ കിടക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു ജംഗ്ഷനിലെത്തി. നമ്മൾ അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ലെഫ്റ്റ് സൈഡിലായിട്ട് നേരെ കാണുന്ന ആ ഒരു പച്ച മറ്റേ നെറ്റ് ഇട്ടേക്കുന്നത് അതും ഒരു കൂടാണ്, ചീങ്കണ്ണിയുടെ കൂടാണത്. ആ കൂടിന് തൊട്ട് പുറത്ത് തന്നെയായിട്ട് ഈ കാണുന്നത് ഷിംഷിബ വൃക്ഷമാണ്. അതായത് പ്രൈഡ് ഓഫ് ബർമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൃക്ഷമാണത്. അതൊരു ഫ്ലവറിങ് ട്രീ ആണ്, അതായത് പൂമരമാണത്. അപ്പോൾ ഇനി നമുക്ക് ഈ കൂട്ടി കിടക്കണ അല്ല, ഇങ്ങനെ ഒരു വലിയ കുളത്തിൽ കിടക്കുന്ന ഒരു ചീങ്കണ്ണീനെ ഒന്ന് നോക്കാം, അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ചീങ്കണ്ണി അല്ലാതെ തന്നെ വേറെ ആമകളും കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്, വേറെ ഇഷ്ടംമാതിരി മീനുകളും കാണുന്നുണ്ട്. അപ്പോൾ ഈ കിടക്കുന്നതാണ് ഈ ചീങ്കണ്ണി എന്ന് പറയുന്ന ജീവി. അപ്പോൾ ഇതിൻ്റെ മറ്റു മുതലേനേക്കാളും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുണ്ടിന് നീട്ടം കൂടുതലായിരിക്കും. കുറച്ചും കൂടി ഒരു കത്രിക പോലെ ഇരിക്കുന്ന ഒരു ചുണ്ടായിരിക്കും ഇതിൻ്റെ. അതേപോലെ തന്നെ ഒട്ടും അനക്കമില്ലാതെ ഒരു പ്രതിമ പോലെയാണ് ഇതും കിടക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തൊരു പക്ഷിക്കൂടുകൾ കാണാം. അതിൻ്റെ അകത്ത് പെലിക്കണോ സ്റ്റോക്കോ അങ്ങനെ ഏതാണ്ട് ഒരു പക്ഷി കിടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിയ പക്ഷിയാണ്, സ്റ്റോക്കാന്ന് തോന്നുന്നു. അവിടെ വേറെ ബോർഡൊന്നും കണ്ടില്ല, പക്ഷേ പെയിൻറ്റഡ് സ്റ്റോക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിനെ കണ്ടിട്ട്. അപ്പം നമ്മൾ നടക്കുന്ന പാതയിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു പക്ഷിക്കൂടം ഉള്ളത്. ലെഫ്റ്റ് സൈഡിലായിട്ടുള്ളത് ഒരു വലിയൊരു കൂടാണ്, വലിയൊരു സ്പേസാണ്. അവിടെ ഉള്ളത് പുള്ളിമാനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ മ്ലാവുണ്ട്, പന്നിമാനുണ്ട്, കൃഷ്ണമൃഗമുണ്ട്, പുള്ളിമാനുണ്ട്. ഈ 4 തരത്തിലുള്ള മാനുകളും ഉണ്ട്. അതിൻ്റെ അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഏറ്റവും വലിയ മാൻ, ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും വലിയ മാൻ എന്ന് പറയുന്നത് മ്ലാവാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ പുള്ളിമാൻ്റെ കൂടെന്ന് പറയുന്നത്. അപ്പോൾ അതിന് 2 ഡിവിഷനാണുള്ളത്. ഇതിന് ഒരു ഡിവിഷൻ അവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ഡിവിഷനും പിന്നെ ഇത് ഒരു ഡിവിഷനും കൂടെയാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള കൂട് ഇപ്പോൾ കാലിയാണ്. എല്ലാ മാനുകളെയും ഇപ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ള കൂട്ടിലേക്കാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ മാനുകളെയൊക്കെ കണ്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ കൾച്ചറലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ രാജകുമാരൊക്കെ പണ്ടുകാലത്തെ രാജകുമാരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ക്യാബിൻ ബോട്ട്സ് അല്ലെങ്കിൽ വഞ്ചികളാണ് അവിടെ പ്രദർശിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് സംഭവം. ഇതാണ് പണ്ട് കാലത്ത് രാജകുമാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വഞ്ചികൾ. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഒരു എത്നോഗ്രാഫിക് എക്സിബിറ്റ്സിൽ പെടുന്നതാണ്. ഇത് ഡീകമ്മീഷൻ ചെയ്തേക്കുന്ന ബോട്ടുകളാണ്, ഇപ്പോൾ ഉപയോഗിക്കാൻ കൊള്ളാത്ത ഡീകമ്മീഷൻ ചെയ്തേക്കുന്ന ബോട്ടുകളാണിത്. ഈ കേരളത്തിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് വെച്ചിട്ട് ഒരുപാട് ഇൻ്റർ കണക്ട് ചെയ്തേക്കുന്ന നദികളുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷന് മെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്തരം ബോട്ടുകളാണ്. അത് രാജാക്കന്മാരുടെയും പിന്നെ വേറെ ആൾക്കാരുടെയും കമ്മോഡിറ്റീസ് ആണെങ്കിലും അതുപോലെ തന്നെയാണ് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കൂട്ടിലുള്ള റിയാസ് ആണ്. അപ്പോൾ ഈ റിയ എന്ന് പറഞ്ഞ ഈ ഒരു ബേർഡിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഓസ്ട്രിച്ചിനെ പോലെയും അല്ലെങ്കിൽ എമുവിനെ പോലെ തന്നെ ഇരിക്കും. പക്ഷേ അതിൻ്റെ ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് റിയയ്ക്ക് ഉണ്ട് മറ്റതിൽ നിന്ന്. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഓസ്ട്രിച്ചുകളാണ് ഏറ്റവും വലിയ പക്ഷികൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് എമു ആണ്. റിയ കമ്പാരിറ്റീവ്ലി ചെറിയ പക്ഷിയാണ്. കാലിൻ്റെ ടോസിൻ്റെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഓസ്ട്രിച്ചുകളിന് 2 ടോ ആണുള്ളത്, പക്ഷേ എമുവിനും റിയയ്ക്ക് 3 ടോ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു തൂവലുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും സിൽക്കി തൂവലുകൾ എമുവിനാണ്. ഇവരെ 3 പേരും കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓസ്ട്രിച്ചിനും പിന്നെ റിയയുടെ കുറച്ചും കൂടെ ഭയങ്കര റഫായിട്ടുള്ള തൂവലുകളാണ്. ഈ ലെഫ്റ്റിൽ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് കോംപ്ലക്സിൽ ഇറച്ചിയൊക്കെ തൂക്കുന്നത് കാണാം. അത് മിക്കവാറും കടുവയ്ക്കും പുലിക്കൊക്കെ ആയിട്ടുള്ള ഇറച്ചിയായിരിക്കും ഈ തൂക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ നടന്നു ചെല്ലുന്ന ഈ നേരെ കാണുന്നത് പുലിയുടെയും കടുവയുടെയും സിംഹത്തിൻ്റെയും ഒക്കെ കൂട്ടിലേക്കാണ്. അപ്പോൾ നല്ല പച്ച ഷെയ്ഡിലാണ് ഇവിടുത്തെ അകത്ത് പെയിൻ്റൊക്കെ അടിച്ചേക്കണേ. റൂംസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മുറികൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ഇരുട്ടടച്ച മുറികളാണ്. ഒരു ഗുഹയൊക്കെ പോലെ നല്ല ഇരുട്ടടച്ച റൂമുകളാണ് ഉള്ളത്. അതുപോലെ ചെറിയൊരു പാത്തിൽ കൂടിയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ പറഞ്ഞ മൃഗങ്ങൾ കിടക്കുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന കൂടുകളിൽ ഒന്നും തന്നെ കാണുന്നില്ല. അതിൻ്റെ അകത്തൊന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ അകത്തുള്ള മൃഗങ്ങളെ ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാവും. ഒരു സോഴ്സിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇത് പ്യുവർലി ഒരു ഏഷ്യൻ ലയൺ അല്ല എന്നാണ്. ആഫ്രിക്കൻ ആൻഡ് ഏഷ്യൻ ലയൺസിൻ്റെ ഒരു ക്രോസ് ബ്രീഡാണെന്നാണ് പറയപ്പെടുന്നത്. ഈ പറയുന്ന ഇൻഫർമേഷൻ എത്രമാത്രം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഈ ലയൺ ഗിർ ഫോറസ്റ്റിൽ നിന്നുള്ള ലയൺ ആയിരിക്കും, അല്ലെങ്കിൽ സെൻട്രൽ സൂ അതോറിറ്റി, അതായത് CZA വഴി സോഴ്സ് ചെയ്യപ്പെട്ട വേറെ മൃഗശാലയിൽ നിന്ന് സോഴ്സ് ചെയ്യപ്പെട്ട
പാമ്പുകളുടെ ലൈനും ആയിരിക്കും. അപ്പോൾ ഇദ്ദേഹം നീണ്ട ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ എണീറ്റിട്ടുണ്ട്. നമ്മളെല്ലാവരും നോക്കി വീണ്ടും കിടന്ന് ഉറങ്ങി. ഇതിൻ്റെ തൊട്ടടുത്ത് ലെഫ്റ്റ് സൈഡിലുള്ള കൂട്ടി കിടക്കുന്നത് കടുവയാണ്. അത് അത്യാവശ്യം നല്ല സൈസുള്ള ഒരു കടുവയാണ്. നമ്മുടെയൊക്കെ ഒരു ഇരട്ടി സൈസുള്ള കടുവയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ പറഞ്ഞു കേട്ടത് വെച്ചിട്ട് ഇദ്ദേഹം വയനാട്ടിലുള്ള ആവാസ വ്യവസ്ഥയിൽ നിന്നും അവിടുത്തെ ഒരു ഫോറസ്റ്റിൽ നിന്നൊക്കെ വിട്ട് വിശ്വാസമുള്ള നാട്ടുപ്രദേശത്തേക്ക് വന്ന് എങ്ങനെയൊക്കെയോ പരിക്ക് പറ്റി ഒരു റീഹാബിലിറ്റേഷൻ എന്നുള്ള രീതിയിൽ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ഏകദേശം ഒരു 12 വയസ്സ് വരുന്ന ഇദ്ദേഹം മാർച്ച് 10 ഒരു 2021 ടൈമിലാണ് ഈ ട്രാപ്പിൽ വന്ന് വീഴുന്നത്. അതും വയനാട്ടിലെ മക്കിക്കൊള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് കെണിയിൽ വീഴുന്നത്. അപ്പോൾ അവിടെ നിന്നും മാർച്ച് 13, അതായത് 2021 മാർച്ച് 13 ആയതോടെ ഇവിടെ വന്നതെന്നാണ് പറയുന്നത്. ഈ കാണുന്നതാണ് തൃശ്ശൂർ സൂവിൽ ഇപ്പോൾ കിടക്കുന്ന പുലി 2 ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. മിക്കവാറും ഒരെണ്ണത്തിനെ അങ്ങോട്ടേക്ക് മാറ്റി കാണും, പുത്തൂരിലേക്ക് മാറ്റി കാണും. അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞു. പുലി കഴിഞ്ഞു, കടുവ കഴിഞ്ഞു, ഹിപ്പോപ്പൊട്ടാമസ് കഴിഞ്ഞു, അതുപോലെ തന്നെ സിംഹം കഴിഞ്ഞു. ഇനി വരുന്നത് ചെറിയ ചെറിയ സംഭവങ്ങളാണെന്നാണ് പറയുന്നത്. കുരങ്ങ്, കാട്ടുകോഴികൾ, പിന്നെ ഒരു മുതലയുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പുകളുണ്ട്. അതുകൂടാതെ മയിലുകളും ഉണ്ട്. അപ്പോൾ ഈ ഡൈവേർഷൻ എടുത്തിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതും പുലിയുടെ കൂടിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. റൈറ്റ് സൈഡിൽ കാണുന്നിടത്താണ് കുരങ്ങുകളൊക്കെ ഇട്ടേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ ഒന്നിനെയും തന്നെ കാണുന്നില്ല. അപ്പോൾ ഈ കാണുന്ന ഒരു ഡൈവേർഷൻ റൂട്ടാണ്. നമ്മൾ നേരെ പോകുന്ന ആ ഒരു മെയിൻ റോഡ് വഴിയായിട്ടൊരു വഴിയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടി ഒരു വഴിയുണ്ട്. ആ ബാക്ക് സൈഡിൽ കൂടെ ചെല്ലുമ്പോൾ ഉള്ള കൂടുകളിലാണ് ചില ചെറിയ കോഴികൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. സ്വർണ്ണക്കോഴി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെയാണ് കിടക്കുന്നത്. ഇത് നേരെ നമ്മൾ ചെന്നെത്തുന്നത് ഒരു ചെറിയൊരു കുളത്തിലേക്കാണെന്നാണ് പറയുന്നത്. ആ കുളത്തിലാണ് നമ്മുടെ മുതല കിടക്കുന്നത്. പക്ഷേ അതൊരു ചെറിയ സ്പേസ് ആണെന്നാണ് പറയുന്നത്. നമ്മുടെ കോടനാട് സൂവിലൊക്കെ കണ്ടമാതിരി തന്നെ ഒരു ചെറിയ സ്പേസിലാണ് നമ്മുടെ മുതല കിടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇനി ആ വഴി ഒന്ന് പോയി നോക്കാം. നമുക്ക് മുതലേനെയൊക്കെ ഒന്ന് കണ്ട് ഇനി ബാക്കി ആ സൈഡിലേക്ക് ഇനിയിപ്പോൾ വേറെ കൂടുതലായിട്ടൊന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ ഒരു പീക്കോക്കിൻ്റെ കൂടെ ഉണ്ടാവും, അതായത് മയിലിൻ്റെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ ഒരു സ്നേക്ക് പാർക്ക് ഉണ്ടാവും. അപ്പോൾ പറഞ്ഞ മാതിരി തന്നെ ഇത് അത്യാവശ്യം ചെറിയൊരു കുളമാണ്. ഇവിടെയാണ് മുതലേനെ ഇട്ടേക്കണേന്നാണ് പറയുന്നത്. അതേ ഈ കിടക്കുന്നു മുതല. അപ്പോൾ കമ്പാരിറ്റീവ്ലി ചീങ്കണ്ണീനെ ഇട്ടേക്കുന്ന ആ ഒരു വലിയ കുളത്തിനനുബന്ധിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ചെറിയൊരു സ്പേസ് തന്നെയാണ് ഈ മുതലയ്ക്കായിട്ട് കൊടുത്തേക്കുന്നത്. പുത്തൂരിലേക്കൊക്കെ മാറ്റുമ്പോഴേക്കും ഇതിന് കുറച്ചും കൂടെ വലിയൊരു സ്പേസ് കിട്ടുമായിരിക്കണം. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് മയിലുകൾ മാത്രമാണ് കാണാനുള്ളത്. ലെഫ്റ്റ് സൈഡിലേക്കുള്ള കൂടുകൾ മൊത്തം തന്നെ കാലിയാണ്. അവിടെ നിന്നുള്ള മൃഗങ്ങളെ കംപ്ലീറ്റ് മാറ്റിയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കൂട്ടിലാണ് മയിൽ കിടക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്നേക്ക് പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് മൃഗങ്ങൾ കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ 13.5 ഏക്കറിൽ ഇത്രയും മൃഗങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും ഈ സംഭവം. ഇത്രയൊരു ചെറിയ സ്പേസിൽ കിടക്കുമ്പോൾ ഹെൽത്ത് വൈസും പിന്നെ അസുഖങ്ങൾ സ്പ്രെഡ് ആവാനായിട്ടുള്ള ഒരു സാധ്യതകളൊക്കെ തന്നെ ഒരുപാട് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അനിമൽ വെൽഫെയർ കൺസേൺസ് റേസ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഒരു പരിധിവരെയും അത് നല്ല കാര്യമാണ്. കാരണം ഇതിൽ കൂടുതൽ ഒരുപാട് അനിമൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും അനിമൽസ് ഇവിടെ ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ സ്പേസ് പോരായിരുന്നു. അപ്പോൾ പുതിയ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ മാറി പുത്തൂരുള്ള 340 ഏക്കർ ഭൂമിയിലാണ് ഈ ഒരു തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ തുടങ്ങിയേക്കുന്നത്. അത് കേരള ഗവൺമെൻറ് ഇനിഷ്യേറ്റ് ചെയ്തേക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. സൂ അവിടേക്ക് മാറ്റിയതിന് ശേഷം ഈ ഒരു മ്യൂസിയം അതുപോലെ തന്നെ നിലനിർത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പറഞ്ഞു കേട്ട് വെച്ചിട്ട് പുതിയ സൂവിലെ ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് നാച്ചുറലിസ്റ്റിക് ആയിരിക്കും. എൻക്ലോഷേഴ്സൊക്കെ ട്രെഞ്ചസ് വെച്ചിട്ടായിരിക്കും കൂടുതലായിട്ടും തിരിക്കുന്നത്, നമ്മുടെ വെണ്ടല്ലൂർ സൂ ഒക്കെ പോലെ. പിന്നെ ഗ്ലാസ് ആയിരിക്കും കേജസിന് പകരം, അതായത് ഈ കമ്പിയുള്ള ഈ തുരുമ്പെടുക്കുന്ന കേജസിന് പകരം ഗ്ലാസ് ഇട്ടായിരിക്കും ഇത് തിരിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഈ ആനിമൽസിൻ്റെ ഒക്കെ ഒരു തനതായ സോൺസ് പോലെ സൈലൻറ്റ് വാലി ഫോറസ്റ്റും ആഫ്രിക്കൻ സൂസുലാൻഡും ഗ്രേറ്റ് ഏവിയറിയും ഒക്കെ പോലെ സോൺസ് മാതിരി ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത് അവിടെ ആയിരിക്കും ഇടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തനതായ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന പോലെ അതിനൊരു തോന്നലുണ്ടാവും. പിന്നെ 340 ഏക്കർ എന്ന് പറയുമ്പോഴേക്കും നല്ലൊരു സഫാരി പാർക്ക് സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ സ്നേക്ക് പാർക്കിലേക്കുള്ള എൻട്രിയും. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് എൻട്രി ചെയ്തു. അപ്പോൾ അവിടെ കിടക്കുന്ന മലമ്പാമ്പിനെയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇംഗ്ലീഷിലുള്ള കോമൺ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ റോക്ക് പൈത്തൺ എന്നാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ മലമ്പാമ്പാണിത്. അപ്പോൾ ഇതിന് അത്യാവശ്യം തണുപ്പും അത്യാവശ്യം മോയ്സ്ചറൊക്കെ വേണ്ടതുകൊണ്ട് തന്നെ അത്യാവശ്യം AC-ലൊക്കെയാണ് ആളെ കിടത്തിയിരിക്കുന്നത്. ആ ഒരു ലക്ഷറി മറ്റു പാമ്പുകൾക്കുണ്ട് എന്ന് തോന്നുന്നില്ല ഇതൊക്കെ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഒട്ടും വെനമസ് അല്ലാത്ത ഒരു പാമ്പിനെയാണ്. നമ്മുടെ കൃഷിക്കാരുടെയൊക്കെ
മിത്രം എന്നൊക്കെ വിളിക്കുന്ന മഞ്ഞച്ചേരയാണ് ഈ കാണുന്നത്. ഈ പാമ്പിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് ഇന്ത്യൻ റാറ്റ് സ്നേക്ക് എന്നാണ്. ഒട്ടും വിഷമില്ലാത്തൊരു പാമ്പാണിത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ കൂട്ടി കിടക്കുന്നത് അത്യാവശ്യം നല്ല വിഷമുള്ള പാമ്പാണ്. ഇന്ത്യൻ സ്പെക്ടാക്കിൾഡ് കോബ്ര എന്ന് പറയുന്ന മൂർഖനാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ മൂപ്പര് അത്ര ആക്റ്റീവ് ഒന്നുമല്ല, ആൾ ഉറക്കത്തിലാണ്. പക്ഷേ ഇത് മാത്രമല്ല, അപ്പുറത്തെ കൂടുകളിൽ ഇഷ്ടംമാതിരി മൂർഖൻ കിടക്കുന്നുണ്ട്. ഒരുപാട് പാമ്പുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു ശതമാനം പാമ്പിനെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാറ്റിയെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതും ഒരു മൂർഖനാണ്. അതിനെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു യു സിമ്പിളൊക്കെ കാണാം അതിൻ്റെ പുറത്ത് തന്നെ. ഇതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ മൂർഖനെമാതിരി തന്നെ തോന്നിക്കുന്ന അത്യാവശ്യം വൈറ്റ് ആൻഡ് ബ്ലാക്ക് സ്കെയിലൊക്കെ ആയിട്ട് നമ്മളുടെ നീർക്കൂലിയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കിടക്കുന്നത് നമ്മുടെ നീർക്കൂലിയാണ്. മൂപ്പര് വെള്ളത്തിൽ തന്നെയാണ് കിടക്കുന്നത്. മുകളിൽ എഴുതി വെച്ചേക്കുന്നത് മൂർഖൻ എന്നാണെങ്കിലും ഇപ്പോൾ ഈ കാണുന്നത് രാജവെമ്പാലയാണെന്നാണ് തോന്നുന്നത്, കിങ് കോബ്ര. ഇതിൻ്റെ ഒരു ഷെയ്ഡും സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഒരു കിങ് കോബ്രയുടെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് കൂടാതെ വേറെയും വെനമസ് ആയിട്ടുള്ള സ്നേക്കുകൾ ഇവിടെ ഇഷ്ടംമാതിരി ഉണ്ട്. ഇഷ്ടംമാതിരി എന്ന് പറഞ്ഞാൽ 2 ഉണ്ട്. കോമൺ ക്രേറ്റ് എന്ന് വിളിക്കുന്ന ശംഖുവരയനും ഉണ്ട്. പിന്നെ അണലിവർഗത്തിൽപ്പെട്ട ചേനത്തണ്ണൻ എന്ന് വിളിക്കുന്ന റസൽസ് വൈബറും ഉണ്ട്. പക്ഷേ ആ കൂടുകൾ വളരെ ഡാർക്ക് ആയതുകൊണ്ട് നമുക്കതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. വീഡിയോസ് എടുത്താലും പ്രോപ്പറായിട്ട് കാണാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് അത് ഞാൻ ഇടുന്നില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു കുളമുണ്ട്. അവിടെ കുറേ ആമകളും കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ എക്സിറ്റിൻ്റെ ഭാഗം എത്തി. അപ്പോൾ അവിടെ ഒരു ലാസ്റ്റായിട്ട് ആ ഒരു കൂട്ടിലായിട്ട് ഒരു മലയണ്ണാനും കിടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ലാസ്റ്റായിട്ട് ഈ സൂവിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന അവസാനത്തെ ജീവി. അപ്പോൾ ഫൈനലി നമ്മൾ ഈ കാണുന്ന ആ പർപ്പിൾ കളർ അടിച്ചേക്കുന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ക്യാൻറ്റീനാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് എക്സിറ്റ്. ഇവിടേക്ക് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും ടിക്കറ്റ് എടുത്ത് അപ്പുറത്തെ സൈഡിൽ നിന്ന് വേണം കയറാനായിട്ട്. തിരിച്ച് കയറാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് ഐസ്ക്രീമും ചായയും അതുപോലെ തന്നെ ചെറിയ ലഘുഭക്ഷണങ്ങളൊക്കെ തന്നെ കിട്ടും. ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ കയറി വന്ന ഗേറ്റാണ്. അതായത് തൃശ്ശൂർ മ്യൂസിയത്തിൻ്റെ മെയിൻ ഗേറ്റാണത്. റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വേറൊരു ബിൽഡിങ്ങും കാണാം. അതും ഒരു മ്യൂസിയമാണ്. അതിന് പേരിട്ടേക്കുന്നത് മൾട്ടി പർപ്പസ് മ്യൂസിയം അല്ലെങ്കിൽ പ്രകൃതി ചരിത്ര മ്യൂസിയം എന്നൊക്കെയാണ്. അതിൻ്റെ ഉള്ളിൽ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഉള്ള പലതരം ആയുധങ്ങൾ അതുപോലെ തന്നെ പലതരം കഥകളി രൂപങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്ങല്ലൂർ രംഗനാഥൻ എന്ന് പറഞ്ഞ ഒരു ആനയുടെ അസ്ഥികൂടം അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ദിനോസറുകളുടെയൊക്കെ അസ്ഥികൂടം പല മ്യൂസിയങ്ങളിലും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതുപോലെ ചെങ്ങല്ലൂർ ആനയുടെ അസ്ഥികൂടം അതുപോലെ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്റ്റഫ് ചെയ്ത ജീവജാലങ്ങളുടെ രൂപങ്ങളും വെച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അതൊന്നും കാണുന്നില്ല, കാരണം എല്ലാം തന്നെ ക്ലോസ്ഡ് ആയി. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. വേറെ ദിവസത്തേക്കായിട്ട് ഇതൊക്കെ വെച്ചേക്കാണ്, ഈ മ്യൂസിയംസ് ഒക്കെ വെച്ചേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന ഇൻഫർമേഷൻ ഒക്കെ തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.